FB പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച ISRO ഉദ്യോഗസ്ഥനെതിരെ നടപടി. ഇടതു സർവീസ് സംഘടനാ നേതാവും ISRO ഉദ്യോഗസ്ഥനുമായ GR പ്രമോദിന് സസ്പെൻഷൻ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ISRO തുമ്പ സെൻട്രലിൽ നിന്ന് വലിയമല MVITയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. GR പ്രമോദിന്റെ രാജ്യവിരുദ്ധത ജനൻ TV വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ പ്രമോദിനെ തുറന്നു കാട്ടിയത് നമ്മളാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിക്കുന്നു, അതിന് പിന്നാലെ വാർത്ത നൽകുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യവും നമ്മൾ തുടരെ ഉയർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ അതിന് ഫലമുണ്ടാകുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? കൃഷ്ണ, തീർച്ചയായും പ്രമോദിന്റെ രാജ്യവിരുദ്ധത തുറന്നു കാട്ടിയത് ജനം TV യാണ്. നിരന്തരം ഈ വിഷയത്തിൽ വാർത്ത നൽകിക്കൊണ്ടിരുന്നു. മാത്രമല്ല, പ്രമോദിന്റെ മുൻകാല പോസ്റ്റുകളടക്കം ജനം TV വാർത്തയാക്കുകയും ചെയ്തു. അതായത് പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും അടക്കം വിമർശിച്ചുകൊണ്ട് പ്രമോദ് നടത്തിയ മുൻകാല പോസ്റ്റുകളടക്കം ജനം TV വാർത്തയാക്കുകയും ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നത്. ISROയുടെ ഭാഗത്തു നിന്നും VSSCയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി വന്നിരിക്കുന്നു. പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഈ ജനം TVയുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമോദിനെ VSSCയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു, വലിയമലയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. പ്രമോദിൻ്റെ രാജ്യവിരുദ്ധ ഭാരതാംബയെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെയും അടക്കം ആക്ഷേപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ പരാമർശം നടത്തിയിരുന്നു. അതിൽ ഭാരതാംബയെ അധിക്ഷേപിച്ച പരാമർശങ്ങളിൽ ദേശീയവാദികൾക്കെല്ലാം മുറിവേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു. അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ ഭാരതാംബയെ അധിക്ഷേപിച്ചത്. ഇതാണ് ജനം TV ആദ്യം വാർത്തയാക്കുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നപ്പോൾ പോലും ഇടത് സംഘടനാ നേതാവായ GR പ്രമോദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുവാനോ മാപ്പ് പറയാനോ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പാലിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഇടത് സംഘടനാ നേതാവിൻ്റെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പരാമർശങ്ങൾ വന്നത്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചു. ആ പരിശോധിച്ചതിലാണ് പ്രധാനമന്ത്രി തന്നെ അവഹേളിക്കുന്നതിലേക്ക് പരാമർശങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ പോസ്റ്റുകളായി എഴുതുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഉള്ള ഒരാൾ സർവീസിൽ തുടരുന്നത് സർവീസിൻ്റെ തന്നെ മാന്യതയ്ക്ക് കളങ്കപ്പെടുമെന്നടക്കമുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതിയുമായി രംഗത്ത് വരുന്നത്. DGPക്കും VSSC ഡയറക്ടർക്കും പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും അടക്കം പരാതി നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലയിലുള്ളവർ നിരവധി പേർ ഈ വിഷയത്തിൽ VSSC ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു, മറ്റ് വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് വന്നിരിക്കുന്നത്, നടപടി വന്നിരിക്കുന്നത്. പ്രമോദിൻ്റെ രാജ്യവിരുദ്ധത വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ആ കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കുള്ള സർവീസ് ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ ആ സർവീസ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആ സമീപനങ്ങളായിരുന്നു ഈ പ്രമോദിൻ്റെ ഭാഗത്തുള്ളത്. അത് ഇടത് നേതാവ് എന്നതും അതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് തന്നെ വല്ല ഉന്നത ഇടത് നേതാക്കളുമായും CPM നേതാക്കളുമായും എല്ലാം അടുത്ത ബന്ധമുള്ള ആളാണ് GR പ്രമോദ്. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു GR പ്രമോദിനെ സംരക്ഷിക്കുവാനുള്ള നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ നമ്മൾ വാർത്ത നൽകുമ്പോഴും അതിലൊരു നടപടികളുണ്ടാകാൻ നടപടി എടുക്കാത്തിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നിരന്തരം ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു, നമ്മൾ വാർത്ത നൽകിക്കൊണ്ടേയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രമോദിനെ തുമ്പ VSSCയിൽ നിന്നും സ്ഥലം മാറ്റിയത്. അത് വകുപ്പ് തല നടപടികൾക്ക് മുന്നോടിയായിട്ടുള്ള സ്ഥലമാറ്റമായിരുന്നു. തുമ്പ VSSCയിൽ നിന്നും MVIT വലിയമലയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയവാദികൾ പല തരത്തിൽ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയകളിൽ തന്നെ പ്രമോദിൻ്റെ പോസ്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ നടപടി ആവശ്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ പ്രതിഷേധങ്ങളും ദേശീയവാദികൾക്കേറ്റ മുറിവും അതെല്ലാം ആ വേദനയുമെല്ലാം ഫലം കണ്ടിരിക്കുന്നു. പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഉത്തരവ് VSSC ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ഒടുവിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത നടത്തുന്ന ആൾ സർവീസിലിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹത്തിന് നടപടി വേണമെന്നൊരു ആവശ്യം ശക്തമാവുകയോട് ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി പ്രശാന്ത്, അതായത് ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ
വളരെ മോശം ഭാഷയിൽ വിമർശിക്കുകയാണ് ഭാരതാംബയെ, അവഹേളിക്കുകയാണ്. സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധം ഉയരും, നടപടി ആവശ്യപ്പെട്ട് പരാതിയെത്തും. പക്ഷേ എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതായത് സംരക്ഷിക്കാനുള്ള നടപടികൾ, സംരക്ഷിക്കാനുള്ള അടിയറ നീക്കങ്ങൾ പിന്നിലുണ്ടായിരുന്നുവെന്നാണോ ഈ വൈകിയുള്ള സസ്പെൻഷനിൽ പിന്നിൽ എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത്? കൃഷ്ണ, തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രബോധനെ സംരക്ഷിക്കാനുള്ള നടപടികൾ, സമീപനങ്ങൾ വളരെ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലടക്കം നടന്നുവെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ ഇത്തരത്തിൽ DGPയുടെ ഭാഗത്ത് തന്നെ പരാതി വന്നതോടുകൂടി അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഗവർണർക്കും അടക്കം പരാതി വന്നു. ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ വരികയും നിരന്തരം വാർത്തകളിലൂടെ VSSC നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടിയാണ് ഒരു നടപടി എന്ന നിലയിലേക്ക് VSSCക്കും എത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് ഈ വിഷയം അറിഞ്ഞത് മുതൽ, അതായത് ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്ത ആ നിമിഷം മുതൽ നമ്മൾ നിരന്തരം വാർത്തയാക്കിയിരുന്നു. എന്നാൽ ആ വിഷയത്തിലൊരു നടപടി സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ഒരു വിശദീകരണം തേടുവാൻ പോലും തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ പ്രബോധനിൽ നിന്നൊരു വിശദീകരണം തേടുവാൻ പോലും തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് നിരന്തരം ഈ വിഷയത്തിൽ നമ്മൾ വാർത്തയാക്കുകയും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. BMS അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. VSSC ആസ്ഥാനത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. മറ്റ് പല സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പ്രതിരോധം തീർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതേ തുടർന്നാണ് VSSCക്ക് തന്നെ പ്രതികരിക്കേണ്ട സാഹചര്യം വന്നത്. തുടർന്നാണ് ഈ VSSC ആസ്ഥാനമായ ഈ തുമ്പയിൽ നിന്നും, ആ തുമ്പ സെൻറ്ററിൽ നിന്നും അവിടെ നിന്ന് സ്ഥലം മാറ്റി വലിയമല MVITയിലേക്ക് സ്ഥലം മാറ്റുന്നത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസമാണ് സ്ഥലം മാറ്റൽ ഉത്തരവ് വന്നതെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയും വന്നിരിക്കുന്നു. എന്തായാലും പ്രബോധനെ സംരക്ഷിക്കുവാനുള്ള പലതരത്തിലുള്ള നടപടികൾ ഈ അധികൃതരുടെ ഭാഗത്തുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല പ്രബോധൻ്റെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയായിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാന ഒരു ഘടകമായിട്ട് നിന്നത്. CPMലെ പല ഉന്നതരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ GR പ്രമോദ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഇടത് സംഘടനാ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് ഈ ഫെഡറേഷൻ ഓഫ് സ്റ്റാഫ് സംഘടനകൾ, അതിൻ്റെ ഒരു ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു സെക്രട്ടറി കൂടിയാണ് ഈ പ്രമോദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഈ സസ്പെൻഷൻ നടപടികളോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ അച്ചടക്ക നടപടികളോ മറ്റ് നടപടികളോ ഒന്നുമില്ലാതെ പ്രമോദിന് സ്വച്ഛന്തമായി സർവീസിൽ വിഹരിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ഷെയർ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം ഡ്യൂട്ടി സമയത്താണ് ഇത് എഴുതുന്നതും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതെല്ലാം സമയത്ത്. പ്രത്യേകിച്ച് ഈ VSSC പോലൊരു സ്ഥാപനത്തിൽ അതിൽ ഈ മൊബൈൽ ഫോൺ അടക്കം ഉള്ളവ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള മൊബൈൽ ഫോൺ അടക്കമുള്ളവ ഉപയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ടെന്നിരിക്കെ ഈ മാനദണ്ഡങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലയിലായിരുന്നു പ്രബോധിൻ്റെ ഈ സമീപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ഇതുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾ ആര് ഒരു പോസ്റ്റ് ഇട്ടാലും അതിന് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ പ്രബോധിൻ്റെ ഭാഗത്ത് വരുമായിരുന്നു. ഇതെല്ലാം ഡ്യൂട്ടി സമയത്താണ്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ആ ഷെയർ ചെയ്ത സമയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെല്ലാം ഡ്യൂട്ടി സമയത്താണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല മറ്റ് പല ആരോപണങ്ങളും ഈ GR പ്രമോദിനെതിരെ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഏറ്റവും ഒടുവിലാണ് ഈ നിരന്തരം അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും പ്രധാനമന്ത്രിയെ വിമർശിക്കുകയും KP ശശീല ടീച്ചർ ഒപ്പം ചേരുന്നുണ്ട്. ശശീല ടീച്ചർ, അതായത് വളരെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം, അത് സജീവമായി വിമർശനങ്ങൾക്ക് വിധേയമായിട്ടും നടപടി വൈകി. പക്ഷെ ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. ജനൻ TVയുടെ വാർത്താ പ്രതിഷേധങ്ങൾ ഒക്കെയും ഫലം കണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പ്രമോദിനെ കുറച്ച് കാര്യം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ഇവിടെ ഫലം കണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴും അതിന് ഇത്ര വൈകി എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പൊ കൃത്യമായ ചില ചട്ടക്കൂടുകളും അല്ലെങ്കിൽ ചട്ടവും നിയമവും ഒക്കെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. രാഷ്ട്രീയം അവർക്കും ഉള്ളിലുണ്ടാകാം, പുറമേ പാടില്ല എന്നുള്ളത് തന്നെയാണല്ലോ നിയമം. സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന്, കാരണം അവർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയില്ല. അതിന് ചില പരിധികൾ, ഒരു പക്ഷെ ആശയങ്ങളുണ്ടാകാം, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതിന് ചില പരിധികളും ചില പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം തന്റേതായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അതിനപ്പുറമായിട്ട് അത് രാഷ്ട്രവിരുദ്ധമായിട്ട് ഭാരത മാതാവിന് തന്നെ എതിരെ, ഒരുപക്ഷെ ഭരിക്കുന്നവർക്കെതിരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പറയാം ജനാധിപത്യപരമായ അവകാശമല്ലേ, അത് സർക്കാർ ജീവനക്കാർക്കില്ല എന്നിരിക്കെ പോലും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാം. ഇത് രാഷ്ട്രത്തിന്റെ മാനബിന്ദുക്കളെ മാനിക്കുക എന്നുള്ളത് പൗരന്റെ കടമകളിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലും സങ്കുചിതമായ രാഷ്ട്രീയത്തിൽ പെട്ടുകൊണ്ട് അതിനെ അപമാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും നടപടി നീണ്ടത്, അത്രയും
ഒരു നല്ല മാതൃകയല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്ന് മാത്രമാണ് ഈ നടപടിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇത് ഇനിയുള്ളവർക്കൊരു മാതൃകയാവുകയും വേണം. ഇത് സസ്പെൻഷൻ വെറും ഒരു പ്രഹസനമാവരുത്. അന്വേഷണം നടത്തിയത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാനുള്ളൊരു സംവിധാനമാകരുത്. ഇത് വളരെ കൃത്യമായി തന്നെ ഇനി ഒരാൾക്ക് തോന്നാത്ത വിധത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടപെടണം എന്നറിയാതെ എന്തും പറയാവുന്ന ഒരു ഇടമായി സോഷ്യൽ മീഡിയയെ അല്ല, എങ്ങനെ ഇടപെടണമെന്ന് അറിയാത്ത ആളൊന്നും അല്ല. കൃത്യമായി സജീവമായി ഇത്തരം പോസ്റ്റുകൾ ഇട്ട് ഇടത് പ്രണയം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു പതിവായിട്ട്. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈ ആയപ്പോൾ പിടികൂടി എന്നേ ഉള്ളൂ. എന്നറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് പോസ്റ്റ് ഇടാൻ അറിയില്ല എന്നുള്ളതല്ല. താൻ നിൽക്കുന്ന ഒരു പദവിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇടണം എന്നുള്ള അതിന്റെ ഒരു വിവേചന ശേഷി അദ്ദേഹത്തിനുണ്ടായില്ല. അത് ഒരു പക്ഷെ തലയിൽ കയറിയ രാഷ്ട്രീയത്തിന്റെ അതുണ്ടാക്കിയ അന്ധതയും ഭ്രാന്തുമാണ് അത്തരത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. നമ്മളിവിടെ ചിന്തിച്ചു നോക്കുക, ഇത് രാഷ്ട്രവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചു എന്ത് വേണം എന്നുള്ളത് ഇത്രയും നാൾ ചിന്തിച്ചു. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. അപ്പോ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേരളം ഭാരതത്തിന്റെ ഭാഗമല്ലാന്നോ ഭാരതത്തിന്റെ മാനബിന്ദുക്കൾ ഒന്നും തന്നെ ഇവിടെ മാനിക്കപ്പെടണ്ട എന്നോ അതിനൊന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടക്കം ബാധ്യതയില്ല എന്നോ ഒക്കെയുള്ളൊരു ഒരു നറേറ്റീവാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകാം എന്തിനാണ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ അധ്യാപകർക്ക് വേണ്ടിയല്ല, പാഠ്യപദ്ധതിക്ക് വേണ്ടിയല്ല, ഒന്നുമല്ല. അപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത് കേരളം ഭാരതത്തിന്റെ ഭാഗമല്ല, ഭാരതീയ പൗരന്മാരുടെ കടമകളൊന്നും ഇവിടെ ഉള്ളവർക്ക് ബാധകമല്ല എന്നുള്ളത്. അപ്പൊ അത് ബാധകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിരിക്കണം ഇദ്ദേഹത്തിന്റെ പേരിൽ എടുത്തത്. ശരി, നന്ദി ശ്രീമതി കെ പി ശശീല ടീച്ചർ പ്രതികരിച്ചതിന്. ഭാരതാംബ അധിക്ഷേപത്തിൽ ISRO ജീവനക്കാരൻ GR പ്രമോദിന് സസ്പെൻഷൻ. ഇത് ജനം TV-യുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്. നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു, ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നു.